അതെ അതെ, മലയാളികളെ പോലെ മറ്റൊരു രാജ്യമില്ല. ഇത് കണ്ടോ, 2-3 ദിവസം കൊണ്ട് വയ്യാത്തതുകൊണ്ട് തുണിയൊന്നും മടക്കാൻ പറ്റിയില്ല, റൂമൊന്നും വൃത്തിയാക്കാൻ പറ്റിയില്ല. ഈ അവസ്ഥ കണ്ടോ. പിന്നെ ഞാൻ ഇവിടെ തുണിയൊക്കെ കുറേ കഴുകി ഇട്ടപ്പോഴത്തേക്ക് മഴക്കോല, അതും കണ്ട് വിഷമിച്ച് കുളിച്ചിട്ടൊക്കെ വന്ന് റെഡി ആയിട്ട് ഞാൻ ഇനി യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. എന്താ യുദ്ധം ഇത് യുദ്ധം. കാരണം ഞങ്ങളെ വീട്ടിൽ കുറേ തുണിയുണ്ടല്ലോ, അത് മടക്കണ്ടേ. അല്ലെങ്കിൽ പശു റൂം പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത് എൻ്റെ റൂം. പിന്നെ ഞാനെന്താ അങ്ങനെ പറഞ്ഞതെന്നറിയോ, കുറേ ദിവസം കൊണ്ട് ഞാൻ കുറച്ച് ഫേസ്ബുക്ക് കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്, ബംഗ്ലാദേശിൽ ഇത് നടന്നു അത് നടന്നു. പക്ഷേ അതിൽ ഇടയ്ക്ക് അത്ര വിഷമം തോന്നാറില്ല. പക്ഷേ ഇടയ്ക്ക് കണ്ടപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഒരു അവസ്ഥയെ പൊള്ളി ഇതുപോലെ ഇടിക്കുമ്പോഴേ കുറച്ച് ന്യൂസൊക്കെ കേട്ട് ഒരു 50 രൂപയുടെ വെള്ള കുപ്പിക്ക് 600 രൂപയ്ക്ക് ചോദിക്കുന്നു. വണ്ടിയില്ല, പിള്ളേരെ ഒന്ന് കൊണ്ടുപോകാൻ പോലും വണ്ടിയില്ല. ഇതാരും ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങുന്നില്ല. 300 രൂപയുടെ സ്ഥലത്ത് 1000 രൂപ ചോദിക്കും. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് എവിടെയൊക്കെയോ തോന്നുന്നു. പക്ഷേ കേരളത്തിൽ നിന്നാൽ മതിയായിരുന്നു. നമ്മുടെ ഇവിടെ അത്ര ഇതില്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ ആണെങ്കിൽ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത്രയും നാൾ അവിടെ അല്ലേ നിന്നേ, ഒരു ആംബുലൻസ് വന്നാൽ പോലും എത്ര ആൾക്കൂട്ടമാണെങ്കിൽ ആംബുലൻസിൽ ഇറക്കി വിടും. പക്ഷേ ഇവിടെ ഞാൻ കണ്ടു, ഇപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞ് എന്തൊക്കെ ആയാലും ആംബുലൻസ് വിടത്തേയില്ല. കുറേ കഷ്ടപ്പെട്ടാണ് വേണ്ട പോകാനുള്ളത്. അതെന്തെന്നറിയുമോ, കാരണം അവർ സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് നടക്കുക, മറ്റുള്ളവരുടെ ജീവനോ മറ്റുള്ളവരുടെ റിസ്കോ ഒന്നും നോക്കുന്നില്ല. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടുത്തെ ഒരു ഇഷ്ടമല്ലാത്തൊരു കാര്യം. ആരും ഹെൽപ്പ് ചെയ്യാൻ വരില്ല, ആരും ഒന്നും ചോദിക്കാൻ വരില്ല. ഇതൊക്കെ എനിക്ക് കണ്ടിട്ട് വല്ലാത്ത പോലെ. അതാണ് എനിക്ക് വിഷമം.